പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും അനന്തപുരിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിൽ ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് അവന്തിക. ആ ഒരു സമയത്ത് കനകയും വേണുവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കനകയും വേണുവും അവന്തികയോട് വന്ന് കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോള് കല്യാണക്കാര്യവുമായിട്ട് മുന്നോട്ട് പോകണം, ഞങ്ങൾക്കും അത് നടക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയുകയാണ് കനക. അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, അത് നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം അനിയേട്ടന് എന്നോട് ഒരു സ്നേഹവുമില്ല, ഇഷ്ടവുമില്ല, ആ ഒരു അടുപ്പവും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നന്ദുവിനോട് ഇപ്പോഴും സ്നേഹവും അടുപ്പവും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് അവന്തിക. അപ്പോൾ ആ സമയത്ത് കനക, അത് മോൾക്ക് വെറും തോന്നുന്നതാണ്, അങ്ങനെയൊന്നുമില്ല, അവരിപ്പോൾ കാണാറില്ല, ഞാനതിന് സമ്മതിക്കത്തില്ല എന്നൊക്കെ കനക പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് ജലജ അവിടേക്ക് വരുന്നത്. അങ്ങനെ ജലജയെ കണ്ട ഉടനെ തന്നെ കനകയും നയനയും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, എന്താ അവർ നിന്നോട് പറഞ്ഞത്, നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ, ഇനി ആ അനിയെ വിട്ടുകൊടുക്കാൻ, നന്ദുവിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്, അവരങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അവർക്ക് അനിയേട്ടനും ഞാൻ തമ്മിൽ വിവാഹം കഴിക്കാനാണ് ആഗ്രഹം, അതാണ് എന്നോട് പറഞ്ഞു വന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ അടവാണ്, അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും അവനെ മയക്കിയെടുക്കാൻ നോക്കും, അതിന് മോൾ സമ്മതിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആകെ ആ ഒരു സമയത്ത് അവന്തിക എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ നീ ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ എനിക്ക് അച്ഛനെ കാണാൻ തോന്നുന്നു, എനിക്ക് അച്ഛൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞല്ലോ എല്ലാവരും, എനിക്കൊന്ന് കാണണമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത്, ആര്, നിൻ്റെ അച്ഛനോ, നിൻ്റെ ഏതച്ഛൻ, നിനക്ക് അങ്ങനെ ഒരു അച്ഛനില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ ജനിപ്പിച്ച അച്ഛനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അത് അച്ഛനല്ലാതാവുകയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അത് നിൻ്റെ അച്ഛനല്ല, അത് നീ ആദ്യം മനസ്സിലാക്കുക, നിനക്ക് അങ്ങനെ ഒരു അച്ഛനില്ല, നാഗേന്ദ്രൻ്റെ മകളുമല്ല നീ എന്നൊക്കെ ഇങ്ങനെ തുറന്നടിച്ച് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ആകെ ഷോക്കായിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് കനകയെ ജലജയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനല്ലെന്നോ, അമ്മ എന്തൊക്കെയായി പറയുന്നത്, എൻ്റെ അച്ഛൻ നാഗേന്ദ്രനാണെന്നാണല്ലോ ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്നത്, അഭിയേട്ടനും ഞാനും നാഗേന്ദ്രൻ്റെ മക്കളാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്, ഇപ്പോൾ എന്താ അമ്മ തല തിരിച്ച് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അതല്ല സത്യം, സത്യങ്ങളൊക്കെ നീ അറിയാനുണ്ട്, നീ നാഗേന്ദ്രൻ്റെ മകളല്ല എന്ന് തുറന്നടിച്ച് വീണ്ടും ശക്തിയോടുകൂടി പറയുകയാണ്. അങ്ങനെ ആകെ ഷോക്കായിട്ട് എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അവന്തിക.